രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 23-കാരി നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയാണ് രാഹുൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വീണ, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കോടതി എടുക്കുന്ന നിലപാട്? പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? നീലിമ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയത്. ഈ ഒരു ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻസ്, അതായത് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3ാം കേസായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നിലനിർത്തുന്ന, അതായത് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളൊന്നും നിലനിൽക്കില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം പൂർത്തിയായിരുന്നു കോടതിയിൽ. ആ വാദത്തിൽ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത്, അതായത് ഊരും പേരുമെന്നും ഇല്ലാത്ത പരാതിയാണ്. ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലമോ അല്ലെങ്കിൽ സമയമോ അത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും പരാതിയിലില്ല. ഈ പരാതിയിൽ ചില വ്യക്തത കുറവുകൾ ഉണ്ട് എന്നടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നത്. എന്നാൽ IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, 2023 ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. ബംഗളൂരുവിൽ താൻ പഠിക്കുന്ന കാലത്തായിരുന്നു. തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്നെ കാണാനെത്തുകയും തന്നെ കാണാനെത്തി ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു. ശരീരത്തടക്കം മുറിവുകൾ ഉണ്ടായി എന്ന് യുവതി 21-കാരി, അന്ന് 23 വയസ്സായിരുന്നു, ഇപ്പോൾ 23 വയസ്സുള്ള പരാതിക്കാരി കൃത്യമായിട്ട് മൊഴി നൽകുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ഇപ്പോൾ കൃത്യമായി പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. രാഹുൽ വളരെയധികം ഈ പെൺകുട്ടിയോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഐ വാണ്ട് ടു റേപ്പ് യു എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് തന്നെ ഉപദ്രവിച്ചത്. തനിക്ക് ശ്വാസമുട്ടലും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് പോലും തന്നോടുള്ള അതിക്രമം രാഹുൽ തുടർന്നിരുന്നു എന്നും പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ഇത്രയും കാലം പരാതി നൽകാതിരുന്നു എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് നൽകിയ തനിക്ക് രാഹുലിനെ ഭയമാണ്. തനിക്ക് നേരെ മറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് താൻ ഭയന്നു. തൻ്റെ വീട്ടിലടക്കം വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. വിവാഹം വാഗ്ദാനം ആദ്യം നടത്തിയിരുന്നു. പിന്നീട് ബലാത്സംഗത്തിന് ശേഷം, അതിക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം രാഹുൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നടക്കം വിശദമായ മൊഴിയാണ് പെൺകുട്ടി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ വിശദാംശങ്ങളും കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസുമായി, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പോൾ ഒളിവിൽ തുടരുന്ന രാഹുൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടി വരും. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒന്നാം കേസായി നിലനിന്നിരുന്ന ബലാത്സംഗ കേസിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ 15-ാം തീയതി ആയിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. അതിൽ അറസ്റ്റ് അടക്കം തടഞ്ഞുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് രാഹുലിനെ അന്വേഷണ സംഘം ഇതുവരെ പിടികൂടാത്തത്. രണ്ടാമത്തെ കേസിൽ ഇന്നിപ്പോൾ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ രാഹുലിനെ എത്രയും വേഗം പിടികൂടേണ്ടി വരും. 15 ദിവസമാകുന്നു രാഹുൽ ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട്. രാഹുൽ എവിടെയെന്നുള്ളത് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ എവിടെയാണെന്നുള്ളതിൽ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാണ്. നീലിമ. യെസ്.